ബി.ജെ.പിക്കാരെ വീട്ടിൽ കയറിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. കാണുന്ന ഇടത്ത് വെച്ച് ആട്ടി ഓടിക്കുന്നു. ഗത്യന്തരമില്ലാതെ ആയിരക്കണക്കിന് ബി.ജെ.പി കുടുംബമാണ് ബംഗാളിൽ നിന്ന് പലായനം ചെയ്യുന്നുള്ളത്. നന്ദിഗ്രാമിലെ ബി.ജെ.പിയുടെ 4 ഓഫീസുകളാണ് തീ കൊടുത്ത് നശിപ്പിച്ചിരിക്കുന്നത്. അതായത് എല്ലാ രീതിയിലും ബംഗാളിൽ ബി.ജെ.പിക്ക് രക്ഷയില്ലാത്ത അരക്ഷിതാവസ്ഥ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ ബി.ജെ.പിയുടെ നേതാക്കൾ ദേശീയ നേതാക്കളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്രം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ബി.ജെ.പിയുടെ നേതാക്കൾ വിളിച്ചു പറയുകയാണ്. തിരഞ്ഞെടുപ്പിലെ മഹാ തിരിച്ചടിക്ക് ശേഷം ഇപ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് അവർക്ക് തിരിച്ചടി കിട്ടുന്ന ദയനീയമായ ഒരവസ്ഥയാണ് ബംഗാളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. മമതാ ബാനർജി അമിത്ഷായെയും യോഗിയെയും മോദിയെയും വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ഒരു പോറലുമേൽക്കാതെ 200-ൽ കൂടുതൽ സീറ്റുകളുമായി ബംഗാളിന്റെ മണ്ണിൽ ഒരിക്കലും തകരാത്ത ഗോപുരമായി നെഞ്ചു വിരിച്ചു നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് ഉള്ളത്. പക്ഷേ അമിത്ഷായും യോഗിയും മോദിയും ഒക്കെ ബംഗാൾ മറന്നിരിക്കുകയാണ്. പക്ഷേ മമതയുടെ പാർട്ടി അണികൾ എല്ലാത്തിനും തിരിച്ചടി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വേട്ടയാടലിനാണ് അവിടെ ബി.ജെ.പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഇരയാകുന്നുള്ളത്. ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കന്മാരെ വരെ തെരുവിൽ വെച്ച് നേരിടുകയാണ്. കണ്ടയിടത്തു നിന്ന് അവരെ ആട്ടിയോടിക്കുന്നു, വടികൊണ്ടടിക്കുന്നു, കൈകൊണ്ടടിക്കുന്നു. അവരോട് ഈ നാട് വിട്ടു പോകാൻ പറയുന്നു. അതായത് യു.പിയിൽ മുസ്ലിങ്ങൾക്ക് നേരെ ഏത് രീതിയിലാണോ സംഘികൾ ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുകാർ ബി.ജെ.പിക്കാർക്ക് നേരെ ചെയ്യുന്നുള്ളത്. RSSകാർക്ക് ശാഖ പൂട്ടിയിട്ട് സ്ഥലം കാലിയാക്കേണ്ട ദയനീയമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് ബംഗാളിലുള്ളത്. ഈ വിഷയത്തിൽ നരേന്ദ്രമോദി ശക്തമായ ഇടപെടലാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദയെ ഉടൻ തന്നെ ബംഗാളിലേക്ക് അയക്കുകയും ആ ബംഗാളിൽ നദ്ദ ഇപ്പോൾ നിലവിൽ നിൽക്കുകയും അവിടെയുള്ള സ്ഥിതി വിവരണങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നുമുണ്ട്. ഒപ്പം കേന്ദ്രം ബംഗാളിലെ ഗവർണറുമായിട്ട് ബന്ധപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ MLA-മാർക്ക് പോലും MP-മാർക്ക് പോലും ബംഗാളിൽ സ്വൈര്യം കിട്ടാത്ത ഒരവസ്ഥയാണ് തൃണമൂൽ കോൺഗ്രസുകാർ വരുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ ഇനി ബി.ജെ.പിക്ക് പാർട്ടി വളർത്തുക എന്നുള്ളത് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് തുല്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ബംഗാൾ വിട്ട് അഥവാ നന്ദിഗ്രാമിലെ പ്രദേശങ്ങളിൽ നിന്ന് അവർ നാട് വിട്ടു പോവുകയാണ് എന്നുള്ള ദയനീയമായിട്ടുള്ള റിപ്പോർട്ടുകളും ബംഗാളിൽ നിന്ന് ലഭിക്കുകയാണ്. എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് അവിടെ ബി.ജെ.പിക്ക് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് അവർ നേരിടുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.